ഈശോമിശിഹായെ സ്വീകരിക്കട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യേശുപിതാവിനോടും സകലവിശുദ്ധരോടും സകലമാലാഹമാരോടും ചേർന്ന് നമ്മുടെ പിതാവായ ദൈവത്തെ, അവിടുത്തെ അനന്തമായ കാരുണ്യത്തെ പ്രതി നമുക്ക് ആരാധിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പ് 739 സന്ദേശം. എൻ്റെ മകളെ, നീ ഇങ്ങനെ ബുദ്ധിമുട്ടി സംസാരിക്കേണ്ട ആവശ്യമില്ല. നീ പ്രത്യേകമായി സ്നേഹിക്കുന്നവരെ ഞാനും പ്രത്യേകമായി സ്നേഹിക്കുന്നു. നിന്നെ പ്രതി ഞാൻ അവരുടെ മേൽ എൻ്റെ കൃപ വർഷിക്കും. നീ അവരെക്കുറിച്ച് എന്നോട് പറയുന്നത് കേൾക്കുവാൻ എനിക്കിഷ്ടമാണ്. എന്നാൽ ഇതുപോലെ വളരെ പ്രയാസപ്പെട്ട് നീ സംസാരിക്കരുത്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ദൈവത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള പ്രാർത്ഥനകളും പ്രയത്നങ്ങളുമായിട്ട് തീരാറുണ്ട്. ദൈവത്തിനത് മനസ്സിലായിട്ടുണ്ടാവുമോ എന്നൊക്കെ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം നമ്മുടെ അധരങ്ങളെയല്ല ശ്രദ്ധിക്കുക, നമ്മുടെ ഹൃദയങ്ങളെ ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ ഹൃദയങ്ങൾ അറിയുന്നവനാണ്. അവൻ്റെ തിരുമുമ്പിൽ ഒരിക്കലും നമ്മുടെ ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെടാതിരിക്കുകയില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ ചോദിക്കുന്നതിന് മുമ്പേ നമ്മുടെ ഹൃദയങ്ങൾ അറിയുന്ന പിതാവിന് നമ്മുടെ ഉള്ളിലെ സ്നേഹം അറിയാനായിട്ട് സാധിക്കും. നമ്മുടെ ഹൃദയം വിങ്ങിയിരിക്കുന്ന, നമ്മുടെ ഹൃദയം മുറിവേറ്റിരിക്കുന്ന എല്ലാം തിരിച്ചറിയാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ നമ്മളുടെ ഹൃദയത്തിൽ നമ്മൾ ആരെയെല്ലാം ദൈവത്തിനുമ്പിൽ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, നമ്മൾക്ക് നന്മ ചെയ്തവർ, നമ്മളെ വേദനിപ്പിച്ചവർ, നമ്മൾ ആരെയെല്ലാം രക്ഷപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ, അതെല്ലാം ഒരു പ്രാർത്ഥനയായിട്ട് ദൈവത്തിനു മുമ്പിൽ രൂപാന്തരപ്പെടുക. കാരണം ദൈവം നമ്മുടെ ഹൃദയങ്ങൾ അറിയുന്നവനും നമ്മളെ പൂർണ്ണമായിട്ട് ദൈവികമായിട്ടും സ്നേഹിക്കുന്നവനും ആകയാൽ അവന് നമ്മുടെ ഇഷ്ടങ്ങൾ അവൻ്റെ ഇഷ്ടങ്ങളാണ്, നമ്മുടെ ആഗ്രഹങ്ങൾ അവൻ്റെ ആഗ്രഹങ്ങളാണ്. അതുകൊണ്ടാണ് അവൻ പറയുക, നീ ചോദിക്കുന്നതിന് മുമ്പേ നിന്റെ ഹൃദയ രഹസ്യങ്ങൾ അറിയുന്ന പിതാവിനെക്കുറിച്ച് ഈശോ പറഞ്ഞു തരുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് ആ ഈശോയിൽ ശരണപ്പെടാൻ ഒന്നും ഭയപ്പെടേണ്ട. ആ ഈശോയിൽ ശരണപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ സ്നേഹം നമ്മുടെ പ്രാർത്ഥനയായിട്ട് മാറും. നമ്മുടെ കരുതൽ നമ്മുടെ പ്രാർത്ഥനയായിട്ട് മാറും. നമ്മളൊരു അനുഗ്രഹമായിട്ട് മാറും. നമ്മൾക്ക് നന്മ ചെയ്യുന്നവർ ദൈവത്തിന് നന്മ ചെയ്യുന്ന പോലെ ആയിത്തീരും. ഈ എളിയവരിൽ ഒരുവന് ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നതെന്ന് ഈശോ പറഞ്ഞതുപോലെ നമ്മളെ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവരാവും. നമ്മളെ സ്നേഹിക്കുന്നവർ സ്നേഹിക്കപ്പെടുന്നവരാവും ദൈവത്താൽ. നമ്മൾ സ്നേഹിക്കുന്നവരും നമ്മൾ ആഗ്രഹിക്കുന്നവരും നമ്മൾ പ്രാർത്ഥിക്കുന്നവരും നമ്മൾ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരും ഒക്കെ ദൈവത്തിനു മുമ്പിൽ ഒരു പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് തിരിച്ചറിയപ്പെടും. ഈശോ പറയുകയാണ്, നീ സ്നേഹിക്കുന്നവരെ ഞാനും സ്നേഹിക്കുന്നുണ്ട്. നിന്റെ പ്രിയപ്പെട്ടവർ എൻ്റെയും പ്രിയപ്പെട്ടവരാണ്. കാരണം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ എല്ലാം എൻ്റേതാണ്. ഞാൻ നിന്റെ സർവ്വസ്വമായിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഈശോയോട് നമുക്ക് പറയാം, ഈശോയെ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.